ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ പ്രേക്ഷകരെല്ലാം കാത്തിരുന്ന അഗ്നിപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രൊമോ എത്തിയിരിക്കുകയാണ്. അതെ, ബിഗ് ബോസിലേക്ക് സാധാരണക്കാർക്ക് കോമണേഴ്സിന് പങ്കെടുക്കാനുള്ള പ്രൊമോ പുറത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കോമണേഴ്സിന് ഈ ഒരു സീസൺ 8ലേക്ക് എങ്ങനെ പങ്കെടുക്കാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല, കഴിഞ്ഞ സീസണുകളിലൊക്കെ എങ്ങനെയാണോ കോമണേഴ്സ് വന്നിരിക്കുന്നത്, അവരെങ്ങനെയാണോ അപ്ലൈ ചെയ്തിരുന്നത്, ആ ഒരു സമയത്ത് എങ്ങനെയാണോ നമ്മൾ ബിഗ് ബോസിലേക്ക് കോമണേഴ്സ് അപ്ലൈ ചെയ്തിരുന്നത്, അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബട്ട് നേരിട്ട് ബിഗ് ബോസിലേക്ക് അല്ല എന്ന് മാത്രം, മറ്റൊരു റിയാലിറ്റി ഷോ അഗ്നിപരീക്ഷ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയിലേക്ക് വന്നിട്ട് അതിൽ നിന്നായിരിക്കും തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് നോക്കാം, കൂടുതൽ നമുക്ക് വളച്ചു നീട്ടേണ്ട, നേരിട്ട് തന്നെ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം പോകാൻ താല്പര്യമുള്ള പ്രേക്ഷകരൊക്കെ ഒന്ന് അയച്ചിട്ടോളൂ, നിങ്ങൾക്ക് ഒരു ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടട്ടെ. അതുകൊണ്ട് താല്പര്യമുള്ളവരും അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആയിട്ട് ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളവരെയൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഞാനത് എങ്ങനെയാണ് എന്ന് പറയാം. ഓൾറെഡി അതിൻ്റെ പ്രൊമോയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു, അതിൽ പറയുന്നുണ്ട്. സംശയമുള്ളവർക്കൊക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഒന്നുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല, മുൻ സീസണുകളിലൊക്കെ നടന്നിരുന്നത് പോലെ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ വ്യക്തിത്വവും നിലപാടുകളും വ്യക്തമാക്കിക്കൊണ്ട് 3 മിനിറ്റിൽ താഴെ നിൽക്കുന്ന ഒരു വീഡിയോ തയ്യാറാക്കി ബിഗ് ബോസ് പറയുന്ന ഈ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. 50 MB താഴെ ആയിരിക്കണം ഫയല്. asianet.geostar.com/bb8 എന്ന് പറയുന്ന വെബ്സൈറ്റിലായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. വെബ്സൈറ്റിന്റെ URL കാര്യങ്ങളും നമ്മുടെ പ്രൊമോയിലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ മെൻഷൻ ചെയ്യുന്നുമുണ്ട്. ആ ഒരു URL അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. asianet.geostar.com/bb8 എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്കായിരിക്കും എത്തുന്നത്. അപ്പം അവിടെ ആ ഒരു രജിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേജിലേക്ക് വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നും തന്നെ എടുത്ത് പറയത്തക്കോ അല്ലെങ്കിൽ മനസ്സിലാകില്ലാത്ത എന്തെങ്കിലും അവിടെ ഇല്ല. നിങ്ങളുടെ പേരും അതുപോലെ തന്നെ വയസ്സ്, ജെൻഡർ, അതുപോലെ നിങ്ങൾ ഏത് സിറ്റിയിൽ നിന്നാണ്, നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ ID, നിങ്ങളെക്കുറിച്ചൊരു കുറച്ച് വിവരണവും കൂടെ എബൌട്ട് സെക്ഷനും കൂടി അതിനകത്തുണ്ട്. അപ്പം നിങ്ങളെക്കുറിച്ചൊരു നല്ലൊരു വിവരണം കൂടി തയ്യാറാക്കി, അതിപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഒന്നെങ്കിൽ അറിയാവുന്നവരെ കൊണ്ട് റെഡിയാക്കിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ChatGPT അതുപോലെ തന്നെ AI ടെക്നോളജികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ChatGPT വഴിയൊക്കെ നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഫില്ല് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മലയാളം റഫ് വേർഷൻ ഇട്ടിട്ട് അതൊരു മനോഹരമായ രീതിയിലേക്ക് ആക്കി തരണമെന്ന് ChatGPTയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആക്കി തരും. അങ്ങനെയൊക്കെ ഇട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വെറൈറ്റി രീതിയിലൊക്കെ അത് ചെയ്യാവുന്നതാണ്. ബട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ പേരും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മൊബൈൽ നമ്പരും ഇമെയിൽ IDയും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ. അല്ലെന്നുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവർ സെലക്ട് ചെയ്ത് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും കോൺടാക്ട് നമ്പർ പ്രോപ്പർ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആ ഒരു ചാൻസ് മിസ്സാകും. അത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പേജും കാര്യങ്ങളും എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഈ ഒരു പേജിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടെന്നൊക്കെ ഈ ഒരു പേജിനകത്ത് കാണിക്കുന്നുണ്ട്. സ്ക്രീനിൽ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന 50 MB താഴെയുള്ള നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്തിട്ട് ആ ഒരു പേജിന്റെ താഴെയായിട്ട് കാണുന്ന ആ ഒരു ചെക്ക് ബോക്സും കൂടെ ടിക്ക് ചെയ്ത്, അതായത് നിങ്ങൾ എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെക്ക് ബോക്സും കൂടെ ഉണ്ട്, അതും കൂടെ ടിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഈ വരുന്ന മാസം അല്ലെന്നുണ്ടെങ്കിൽ ജൂൺ 15-ാം തീയതി വരെയാണ് അവസാന ഡേറ്റ് ആയിട്ട് ബിഗ് ബോസിനെ സംബന്ധിച്ച് പറയുന്നത്. ഒരു മാസമോ കാര്യങ്ങളോ ഒന്നും സമയം കൊടുത്തിട്ടില്ല. തമിഴ് ബിഗ് ബോസിലൊക്കെ സമയം കൂടുതലുണ്ട്. ബട്ട് നമ്മൾ മലയാളം ബിഗ് ബോസ് ഇങ്ങോട്ട് തുടങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഗ്രാൻഡ് ലോഞ്ച് അടുത്ത് വന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ജൂലൈ ഒരു ആദ്യ ആഴ്ചയിൽ അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോട് കൂടി ഷോ നടത്തണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ആഗസ്റ്റ് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആണ് ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ ഗ്രാൻഡ് ലോഞ്ച് എങ്കിൽ ഈ പറയുന്നത് പോലെ ജൂലൈ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് അഗ്നിപരീക്ഷ എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നടക്കണം. ഇവർക്ക് ചെറിയൊരു ഷോർട്ട് ടൈം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ജൂൺ 15 വരെ മാത്രമേ ഇതിന് അവസാന ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള പ്രേക്ഷകരൊക്കെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്തോളുക. രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒരു ഇംപ്രസീവ് ആയിട്ടുള്ള രീതിയിൽ ആദ്യം ഒന്ന് തയ്യാറാക്കിയിട്ട് ആ ഒരു വീഡിയോ 50 MB താഴെ, അതുപോലെ തന്നെ 3 മിനിറ്റിൽ താഴെ. ഈ 3 മിനിറ്റ് ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിങ്ങളൊരു പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിത്വവും
ഇഷ്ടവും നിലപാടുകളും ഒക്കെ അറിയിച്ചുകൊണ്ട് 3 മിനിറ്റ് താഴെ ആ ഒരു വീഡിയോ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പറയുന്ന പേജിലേക്ക് നിങ്ങളുടെ പേരും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് കൊടുത്ത് മൊബൈൽ നമ്പറും ഇമെയിൽ ID ഒക്കെ കൊടുത്ത് പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ പറയുന്ന 15-ാം തീയതിക്ക് മുന്നേ തന്നെ. സോ ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇത് പ്രൊമോ കണ്ട ഉടനെ തന്നെ ധൃതി പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടി അയക്കേണ്ട കാര്യങ്ങളില്ല. ഇനിയും സമയമുണ്ടല്ലോ. ഒരു 2-3 ദിവസം പ്ലാൻ ചെയ്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു 4 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അയച്ചു കൊടുത്താൽ മതി. 15-ാം തീയതി വരെ സമയമുണ്ട്. സോ ധൃതി പിടിച്ച് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി അയക്കാൻ നിൽക്കേണ്ട. ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു സാധ്യത അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഒരു അവസരത്തിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തേണ്ട. നിങ്ങൾ പെട്ടെന്ന് തിടുക്കപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട്. സോ നമുക്ക് നോക്കാം. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അയക്കുന്നുണ്ട്, താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അയക്കുക. എന്തെങ്കിലും സംശയം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ താല്പര്യമുള്ളവർ പോകുന്നവരൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇതുപോലെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കോമണേഴ്സിൻ്റെ ആണല്ലോ, നമുക്കറിയാമല്ലോ എത്ര പേര് ഇതിൽ ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ? എന്തായാലും ഒത്തിരി പ്രേക്ഷകർക്ക്, സാധാരണക്കാരായിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക് ഇതിൽ ബിഗ് ബോസിൽ പോകാൻ താല്പര്യമുണ്ട്. എല്ലാവരും ചോദിക്കുന്നുണ്ട് സാധാരണക്കാർക്ക് എങ്ങനെ പോകാം, എങ്ങനെ ഇതിൽ പങ്കെടുക്കാം. എന്താണെങ്കിലും ഈ ഒരു സീസണിൽ ബിഗ് ബോസ് കൂടുതൽ കോമണേഴ്സിനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ്. സോ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ പറഞ്ഞതുപോലെയൊക്കെ 15-ാം തീയതി, ജൂൺ 15-ാം തീയതിക്ക് മുന്നേ തന്നെ നിങ്ങളുടെ ഈ വീഡിയോയും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കി അയച്ചു കൊടുക്കുക. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.